ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ചത് 6 സൈനികർ. ആദ്യമായി പേരുകൾ പുറത്തുവിട്ട് ഇന്ത്യ. വീരമൃത്യു വരിച്ചവരുടെ പേരുകൾ ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ എഴുതി ചേർക്കും. മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം 1-ാം പിണറായി സർക്കാരിലേക്കും. അന്വേഷണം എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്തെന്നതിൽ വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ. വീണയെ 3-ാം തവണയും ചോദ്യം ചെയ്യും. മധ്യനയത്തിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ബജറ്റിലെ നികുതി നിർദ്ദേശത്തിൽ വിയോജിപ്പുണ്ട് എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി. ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെറ്റായാൽ തിരുത്തുമെന്ന് AP അനിൽകുമാർ. ജനശബ്ദം കേൾക്കുമെന്നാണ് വിശ്വാസമെന്ന് തിരുവഞ്ചൂർ. സർക്കാർ നീക്കം ദുരൂഹമെന്ന് MP ഗോവിന്ദൻ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന വലിയ തലകൾ ഉരുളുന്നു. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ക്ഷേത്ര ട്രസ്റ്റിയായ അനിൽ മിശ്രയും രാജിവെച്ചു. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. ഉന്നതരുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. വെനസ്വേലയിൽ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചത് 235 പേർ. 4300-ലേറെ പേർക്ക് പരിക്ക്. 10,000-കണക്കിന് ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. വെനസ്വേലയ്ക്ക് സഹായമായി ഇന്ത്യൻ സംഘം തിരിച്ചു. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ശബരിമല മേൽശാന്തി നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. നിർദ്ദേശം നൽകി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ന്യൂസ് 18 വാർത്തയെ ആധാരമാക്കി ഔദ്യോഗിക പരാതി കിട്ടി. പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലെന്നും ദേവസ്വം മന്ത്രി. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വിജയ് രാജിവെച്ച ട്രിച്ചി ഈസ്റ്റിൽ MK സ്റ്റാലിൻ സ്ഥാനാർത്ഥിയായി വരുമോ? തമിഴകത്ത് വൻ രാഷ്ട്രീയ ചർച്ച. MK സ്റ്റാലിൻ സഭയിലെത്തുമെന്ന് DMK നേതാവ് KN നെഹ്റു. അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാത്ത സ്റ്റാലിൻ. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് UDF. നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന ആരോപണം. കോർപ്പറേഷനിലെ സംഘർഷത്തിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും CPM കൗൺസിലർമാർക്കുമെതിരെ കേസ്. കാപ്പ കേസ് പ്രതി കൗൺസിലർ സുഗതന് വേണ്ടി BJP കോടതിയിലേക്ക്. വിദേശ സംഭാവനാ നിയമത്തിലെ ചട്ടഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ക്രൈസ്തവ സഭ. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ടു കാണാൻ അനുമതി കിട്ടാതെ സഭാ നേതൃത്വം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. മന്ത്രിമാരായ നിർമ്മല സീതാരാമനും ധർമ്മേന്ദ്ര പ്രധാനും മന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ മന്ത്രിസഭയിലേക്ക്. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ച് ഇറാൻ. സമാധാന കരാർ ലംഘിച്ച് ലബനനിലേക്ക് ആക്രമണം തുടർന്ന ഇസ്രായേൽ. വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിന് കാത്തിരിക്കണം. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ അവസരമില്ല. ടോസ് നേടി ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ലോക ഫുട്ബോൾ ഇനി ഗ്ലാമർ പോരാട്ടം. ഫ്രാൻസ് നോർവേയും ഉറുഗ്വേ സ്പെയിനെയും നേരിടും. കേപ്പ് വെർഡെ നേരിടാൻ സൗദി. ഈജിപ്തിന് ഇറാനും ബെൽജിയത്തിന് ന്യൂസിലൻഡും എതിരാളികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേരുകൾ ആദ്യമായി പുറത്തുവിട്ട് ഇന്ത്യ. 2025 നടന്ന വിവിധ സൈനിക നടപടികൾക്കിടെ വീരമൃത്യു വരിച്ചവരുടെ പേരുകൾക്കൊപ്പമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകളും പുറത്തുവിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 4 ദിവസമാണ് നീണ്ടുനിന്നത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇത്രയും നാൾ നമ്മൾ രഹസ്യമാക്കി വെച്ചിരുന്നു ഈ സൈനികരുടെ പേര് വിവരങ്ങൾ. ഇപ്പോൾ ആരൊക്കെയാണ്? അവർക്കുള്ള ആദരം അത് രാജ്യം അർഹമായ വിധത്തിൽ നൽകും.
രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 വിവിധ സൈനിക നടപടികളിൽ ജീവൻ നഷ്ടമായ ഇന്ത്യൻ സൈനികരുടെ പേരുവിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അതിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ജീവൻ നഷ്ടമായ സൈനികരുടെ പേരും നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ പേരുകൾ ഡൽഹിയിലുള്ള യുദ്ധസ്മാരകത്തിൽ ആലേഖനം ചെയ്യും. അവിടെയുള്ള ത്യാഗ് ചക്ര എന്ന് പറയുന്ന ബലിചക്രത്തിലായിരിക്കും ഇവരുടെ പേരുകൾ ഉൾപ്പെടുക. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വീരമൃത്യു വരിച്ചിട്ടുള്ള സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്യാനായി മൊത്തം 16 ഗ്രാൻഡ് ചുവരുകളാണ് ഡൽഹിയിലുള്ള ഈ ഒരു യുദ്ധസ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ 16 ഗ്രാൻഡ് ചുവരുകളിലൊന്നിൽ ഈ സൈനികരുടെ പേരും അതുപോലെ തന്നെ അവരുടെ പോസ്റ്റും ഉൾപ്പെടെ ഇന്ത്യ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഈ 6 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 5 പേർ കരസേനയിൽ നിന്നുള്ളവരും ഒരാൾ വ്യോമസേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമാണ്. കരസേനയിൽ നിന്ന് സുബേദാർ മേജർ പവൻ കുമാർ, അതുപോലെ റൈഫിൾമാൻ സുനിൽ കുമാർ, ലാൻഡ് നായിക് ദിനേശ് കുമാർ, അഗ്നിവീർ മുരളി നായിക്, ഹവിൽദാർ സുനിൽ കുമാർ സിംഗ് എന്നിവരാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ. അതുപോലെ വ്യോമസേനയിലുള്ള സർജൻ സുരേന്ദ്രകുമാർ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പേരുവിവരങ്ങളിലുണ്ട്. ഇവർ ഏതൊക്കെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 2025 മെയ് 7-നാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. അതിൽ ഏത് ദിവസം ഏത് ഓപ്പറേഷനിലാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും കോൺഫിഡൻഷ്യലാണ്. 2025 ഏപ്രിൽ 22-ന് ഈ പഹൽഗാമിൽ വെച്ച് നടന്ന ഒരു തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ തോയ്ബ ഭീകര കേന്ദ്രങ്ങളിലേക്കും അതുപോലെ മറ്റ് ഭീകരരുടെ സങ്കേതങ്ങളിലേക്കും കടുത്ത ആക്രമണം നടത്തിയത്. ദിവസങ്ങളോളം അത് നീണ്ടു നിന്നിരുന്നു. അന്ന് വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും മറ്റുമൊന്നും ഇന്ത്യ ഇപ്പോൾ ഇന്നേ വരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് ഈ 6 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷനും ഉൾപ്പെടെ ഇന്ത്യ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ശരി അജയ്. മറ്റു വാർത്തയിലേക്ക്. വിജയ് രാജിവെച്ച ട്രിച്ചി ഈസ്റ്റിൽ DMK സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ എത്തുമോ എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി വന്നിരിക്കുന്നത്. വലിയ അഭ്യൂഹം തമിഴകത്ത് നിറയുകയാണ്. അഭ്യൂഹങ്ങളോട് സ്റ്റാലിൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും സ്റ്റാലിൻ സഭയിലെത്തുമെന്ന DMK നേതാവ് KN നെഹ്റുവിൻ്റെ പരാമർശമാണ് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായത്. അപ്പോൾ അങ്ങനെ വന്നാൽ ട്രിച്ചിയിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന അഭ്യൂഹം ഇപ്പോൾ തമിഴകത്ത് വലിയ ആകാംക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, സഭയിൽ സ്റ്റാലിൻ്റെ സാന്നിധ്യം വേണം എന്നുള്ള DMKയുടെ ഒരു ആഗ്രഹമുണ്ട്. കാരണം പ്രതിപക്ഷം സ്വതവേ ദുർബലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DMKയും AIDMKയും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ തമിഴകത്ത് സജീവമായി ഉണ്ട്. വിജയെ നേരിടാൻ സ്റ്റാലിനെ പോലെ ഒരാളുടെ സാന്നിധ്യമാണോ DMK പ്രതീക്ഷിക്കുന്നത്? രഞ്ജിത്ത്, രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ സജീവമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കൊളത്തൂരിൽ ചരിത്ര പരാജയമാണ് MK സ്റ്റാലിൻ ഏറ്റുവാങ്ങിയത്. ആ സ്റ്റാലിൻ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സഭയിലേക്ക് എത്തുമോ? ഇത്തരത്തിലാണ് തമിഴകത്തെ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ സജീവമാകുന്നത്. വിജയ് രാജിവെച്ച തൃച്ചി ഈസ്റ്റ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ട്. 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയ് അവിടെ വിജയിച്ചത്. ഈ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ എത്തുമോ? ഈ രാഷ്ട്രീയ അഭ്യൂഹമാണ് ഇപ്പോൾ ചർച്ചകളിൽ സജീവമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മുതിർന്ന DMK നേതാവ് KN നെഹ്റു നടത്തിയ ഒരു പ്രതികരണമാണ്. പുതുക്കോട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ സ്റ്റാലിൻ വീണ്ടും അസംബ്ലിയിൽ എത്തും എന്ന് പ്രവർത്തകരോട് പറഞ്ഞു. ഇതാണ് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച വാർത്തകൾ ഇതുവരെ സ്റ്റാലിൻ തള്ളിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് നിയമസഭ ചേർന്നപ്പോൾ ആക്ഷേപഹാസ്യ രൂപേണ കുട്ടിയുടെ അച്ഛൻ എവിടെ എന്ന തരത്തിൽ വിജയ് ചില പരിഹാസ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനോട് സ്റ്റാലിൻ കടുത്ത ഭാഷയിലാണ് പ്രതികരണം നടത്തിയതും. താൻ നിയമസഭയിൽ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. തന്നെ കാണണമെങ്കിൽ ഇതിന് മുന്നോട്ടുള്ള 60 വർഷത്തെ ഫയലുകൾ പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും തൻ്റെ പേരുകൾ കാണാം. മാത്രമല്ല, ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയതിന് കീഴിൽ MK സ്റ്റാലിൻ എന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വാക്പോര് സ്റ്റാലിനും വിജയും തമ്മിൽ നടന്നു വരികയാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സജീവമാകുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ട MK സ്റ്റാലിൻ തൃച്ചി ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അതിനുള്ള സാധ്യതകൾ സ്റ്റാലിൻ തള്ളുന്നില്ല. മാത്രമല്ല, DMKയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് സ്റ്റാലിൻ മത്സരിച്ച് വീണ്ടും സഭയിൽ എത്തണം എന്നൊരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃച്ചി ഈസ്റ്റ് സീറ്റിൽ 27,000-ഓളം വോട്ടുകൾക്കാണ് DMK സ്ഥാനാർത്ഥി
പരാജയപ്പെട്ടത്. മാത്രമല്ല അവിടെ AIADMK സ്ഥാനാർത്ഥി 19,000-ഓളം വോട്ടുകളും കരസ്ഥമാക്കിയിരുന്നു. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം അത് അനുകൂലമാക്കി സ്റ്റാലിൻ മത്സരരംഗത്തേക്ക് ഇറങ്ങണം എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗത്തിന് മത്സരം ഒഴിവാക്കണം, അതായത് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായവും ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും തമിഴകത്ത് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ സജീവമാണ്. ആരാകും തൃച്ചി ഈസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥി എന്നതാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിന് വഴിയൊരുങ്ങുമോ എന്നതാണ് രാഷ്ട്രീയ കാർത്തിക്, അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ക്ഷേത്ര ട്രസ്റ്റിയായ അനിൽ മിശ്രയും രാജിവെച്ചു. സംഭാവന തട്ടിപ്പ് കേസിൽ 8 പേർ അറസ്റ്റിലായിരുന്നു. ഇവരെ ഫൈസാബാദ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മോഷണം, ക്രിമിനൽ വിശ്വാസവഞ്ചന, മോഷ്ടിച്ച സ്വത്തൊളിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. തട്ടിപ്പ് നടത്തിയ ഉന്നതർ സംരക്ഷിക്കപ്പെടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഉത്തരവാദികളായ ആരോടും ദയ ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. പുനഃസംഘടന അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായാണ് കൂടിക്കാഴ്ച എന്നാണ് വിലയിരുത്തൽ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ മന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഹർദീപ് സിംഗ് പുരി എന്നിവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കുമെന്നും സൂചനയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തും. രാഘവ് ഛദ്ദ അടക്കമുള്ളവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. അദ്ദേഹത്തിന് പിറന്നാളാഘോഷം നേടുന്നതിനൊപ്പം മികച്ച രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുവെന്നും പുകഴ്ത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമെന്ന രേഖകൾ. വീര്യം കുറഞ്ഞ മദ്യം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണെന്ന് നികുതി ജോയിന്റ് സെക്രട്ടറി സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ വീര്യം കുറവെങ്കിലും ബക്കാഡി ബ്രീസറും പ്ലസും മദ്യം തന്നെയെന്നും സ്കൂൾ കുട്ടികൾക്ക് മദ്യപാനത്തിലേക്കുള്ള ചവിട്ടുപടിയാകും എന്നുള്ള മുന്നറിയിപ്പ് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗിന് മുന്നറിയിപ്പ് നൽകി. ബക്കാഡി പ്ലസ് സ്ത്രീ സൗഹൃദവും ലിംഗഭേദമില്ലാതെയും ആർക്കും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 2008 തന്നെ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിതരണത്തിന് നീക്കം തുടങ്ങിയ ബക്കാഡി ആദ്യ 2 പിണറായി സർക്കാരുകളിലെ 3 എക്സൈസ് മന്ത്രിമാർക്കും കത്തും നൽകിയിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിലും UDF-ലും വിവാദങ്ങൾക്ക് വഴിവെച്ചതിനിടയിലാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും, അതായത് ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്തും മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു എന്നതിൻ്റെ രേഖകൾ പുറത്തു വരുന്നത്. ടാക്സ് സെക്രട്ടറി പൂർണ്ണമായും ഈ നീക്കത്തെ അനുകൂലിച്ചപ്പോൾ, ഇത് മദ്യവ്യാപനത്തിന് വഴിവെക്കില്ല എന്ന നിലപാടെടുത്തപ്പോൾ, വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കില്ല എന്ന നിലപാടെടുത്തപ്പോൾ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ഈ വീര്യം കുറഞ്ഞതാണെങ്കിലും ബക്കാഡി ഫ്രീസറും അതുപോലെ തന്നെ ബക്കാഡി പ്ലസും മദ്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടത് തന്നെയാണ്, മദ്യം തന്നെയാണ്. അത് വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുമെന്ന ആശങ്ക. അതുകൊണ്ട് തന്നെ അതിന് അനുമതി നൽകരുതെന്ന നിർദ്ദേശം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നൽകിയ രേഖകളാണ് പുറത്തു വന്നത്. മാത്രമല്ല അതിനുശേഷവും ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോയത്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന ബക്കാഡിയുടെ അപേക്ഷ 2008 മുതൽ വിവിധ സർക്കാരുകൾക്ക് മുന്നിലുണ്ട്. 2006 VS സർക്കാരിൻ്റെ മുന്നിൽ എക്സൈസ് മന്ത്രി ഗുരുദാസനായിരുന്നു അന്ന് ഈ അപേക്ഷ ലഭിച്ചത്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന 1ാം പിണറായി സർക്കാരിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ അദ്ദേഹത്തിന് മുന്നിലും, അതിനുശേഷം 2ാം പിണറായി സർക്കാരിലെ മന്ത്രിമാരായ MB രാജേഷിനും MV ഗോവിന്ദനും മുന്നിൽ ബക്കാഡി അപേക്ഷ നൽകിയിരുന്നു. അതിൽ അവർ ബക്കാഡി ബ്രീസറും അതുപോലെ പ്ലസും വീര്യം കുറഞ്ഞ മദ്യമാണ്, അത് സ്ത്രീ സൗഹൃദ മദ്യമാണ്, ലിംഗഭേദമിനെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന മദ്യമാണ്. മാത്രമല്ല ഈ മദ്യം വിതരണം ചെയ്താൽ, ഇതിന് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയ അത് മദ്യവ്യാപനത്തിന് ഇടയാക്കുകയല്ല, മറിച്ച് വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കും, സർക്കാരിന് അധിക നികുതി കിട്ടും, നികുതി വരുമാനം കിട്ടുമെന്ന അടക്കമുള്ള ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയ കത്താണ് അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബക്കാഡി നൽകിയത്. ഏതായാലും ബക്കാഡിയുമായി ബന്ധപ്പെട്ട ഈ മദ്യ നികുതി തീരുമാനം ഇപ്പോഴും കോൺഗ്രസ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിയമസഭയിൽ 1-ാം തീയതി ധനബില്ല് വരും, അതിൽ ഇത് ഉൾപ്പെടുത്തി പാസാക്കിയെടുക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. മതനികുതി വിവാദം കത്തി നിൽക്കെ
വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ കോൺഗ്രസും UDF-ഉം വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള സാഹചര്യം നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്താനാകും മുഖ്യമന്ത്രി ശ്രമിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം ഇപ്പോൾ സാധ്യമല്ലെന്നും വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകുമെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അതേസമയം സർക്കാർ പിന്മാറുമെന്ന് സൂചന നൽകുന്നതായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ. തീരുമാനം തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി AP അനിൽകുമാറും പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിലെ നികുതി നിർദ്ദേശത്തിൽ വിയോജിപ്പുണ്ട് എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ എക്സൈസ് വകുപ്പിന് മുന്നിലെത്തിയാൽ അത് നിഷേധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം മാറി വിതറും ത്രിസന്ധ്യ പൂകി. നമസ്കാരം, ഞാൻ അപർണ രാജീവ്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്ന്. പ്രത്യേകിച്ച് യുവതലമുറയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ഇതിൻ്റെ വ്യാപകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ ബോധവൽക്കരണവും കൂട്ടായ പ്രവർത്തനവും വളരെ അനിവാര്യമാണ്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് News 18 ചാനൽ AD 2026 അഥവാ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂൺ 30-ാം തീയതി തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. ഈ ഒരു പരിപാടിയിൽ ഞാനും ഒരു ഭാഗമാകുന്നു എന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാസപ്പടി കേസിൽ EDയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്കും. ഒന്നാം പിണറായി സർക്കാരിനെതിരെ ആണ് അന്വേഷണം ഉണ്ടാവുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ED കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ 3-ാം തവണയും ചോദ്യം ചെയ്യും. അടുത്ത ആഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ED ചോദ്യം ചെയ്തത്. കേരളത്തിലെ കരിമണൽ കൊള്ളയുടെ 2-ാം ഘട്ടം VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. തെലങ്കാന കേന്ദ്രമായുള്ള മിഡ് വെസ്റ്റ് എന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം. 2016-നും മുൻപും കരിമണൽ കൊള്ള നടന്നിരുന്നു. CMR-ൽ നിന്ന് പല നേതാക്കളും പണം കൈപ്പറ്റിയത് അതിന് തെളിവാണെന്നും ഷോൺ പറഞ്ഞു. റോഡരികിലെ നടപ്പാതകൾ കാൽനട യാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ. ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തി. കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് News 18 പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കണ്ടേ. തിരുവനന്തപുരത്ത് നഗരസഭയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി KSRTCയുടെ ഫുട്പാത്ത് കയ്യേറിയുള്ള ബസ് സ്റ്റോപ്പ്. 2 ആഴ്ചയ്ക്കകം ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും KSRTC അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം തീർത്തുകൊണ്ടാണ് തമ്പാനൂരിലെ KSRTCയുടെ നിയമലംഘനം. എനിക്ക് പിന്നിൽ കാണുന്നത് KSRTCയുടെ തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡാണ്. അന്തർ സംസ്ഥാന ബസ്സുകളടക്കം വരികയും പോവുകയും ചെയ്ത സ്ഥലമാണ് ആ പ്രധാനപ്പെട്ട KSRTCയുടെ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് 200 മീറ്റർ മാത്രം അകലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ട് KSRTCയുടെ മേൽനോട്ടത്തിൽ. അത് ഫുട്പാത്ത് കയ്യേറി കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതിക്ക് ഒരു കത്ത് KSRTCക്ക് കൈമാറിയിരുന്നു. ആ കത്തിൽ പരാമർശിക്കുന്നത് 2 ആഴ്ചക്കകം ഈ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് പൂർണ്ണമായി പൊളിച്ചു മാറ്റി സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താത്ത തരത്തിൽ അതിന്റെ അനുബന്ധ നിർമ്മാണം മുഴുവൻ അവിടെ നിന്ന് മാറ്റണമെന്ന കർശനമായ നിർദ്ദേശമാണ് KSRTCക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമായി പരാമർശിച്ചിരുന്നത്. ആ 2 ആഴ്ച പിന്നിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഒരു കത്ത്
കോർപ്പറേഷന് അതിന് മറുപടിയായി കൈമാറിയിരിക്കുകയാണ്. ആ കത്തിൽ പരാമർശിക്കുന്നത് ഇത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല, ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല. മാത്രവുമല്ല, ഇത് അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന നഗരസഭയുടെ കണ്ടെത്തൽ അത് വാസ്തവ വിരുദ്ധമാണ്. അനധികൃതമായിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ കത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസർ നൽകിയിരിക്കുന്ന മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്റർലോക്ക് ഇട്ട് ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ 5 മുതൽ 6 വരെ KSRTC ബസ്സുകൾ ഒരേ സമയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും ആളുകളെ കയറ്റുകയും ഇറക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ വഴിയിൽ നിന്നാണ്. അവിടെയാണ് പൊതുജനങ്ങളുടെ ഹൈക്കോടതി വിധിയുടെയും സുപ്രീം കോടതി വിധിയുടെയും നഗ്നമായ ലംഘനം പരസ്യമായി നടക്കുന്നത്. അതായത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഫുട്പാത്ത് കയ്യേറിക്കൊണ്ടുള്ള അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നമുക്ക് മുമ്പിലുണ്ട്. അതിന്റെ നഗ്നമായ ലംഘനമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം തമ്പാനൂരിൽ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നഗരസഭ നൽകിയിരിക്കുന്ന കത്ത് പരിഗണിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നതിനായി അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം സാധാരണക്കാരായ ഈ വഴിയാത്രക്കാരുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ന്യൂസ് 18 വാർത്തയിൽ അധികാരികളുടെ ഇടപെടൽ. മേൽശാന്തി നിയമന ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ്. അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയിലാണ് ഇടപെടൽ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. 41 നാൾ വ്രതം നോക്കി മത്സ്യമാംസാദികൾ ത്യജിച്ച് കറുപ്പുടുത്ത് മലയ്ക്ക് പോകുമ്പോൾ ഉള്ളുനിറയെ ഒരാൾ മാത്രം, കാനനവാസൻ അയ്യപ്പൻ. ശബരിമലയിലെ ക്രമക്കേടുകൾ പലതായി പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില സൂചനകൾ ഈ മേൽശാന്തി നിയമനം അടക്കമുള്ള അവിടുത്തെ തന്ത്രപ്രധാനമായ ചില ചുമതലകളിൽ അടക്കമുള്ള നിയമനങ്ങളിൽ പോലും ക്രമക്കേട് നടന്നു എന്ന്. നിലവിലെ മേൽശാന്തി ET പ്രസാദ് നമ്പൂതിരി ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടു. ED പ്രസാദിന്റെ നിയമനത്തിൽ പല അട്ടിമറികളും നടന്നെന്നാണ് തെളിവുകൾ. ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത അദ്ദേഹത്തിനില്ല. വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിലേറ്റത് കനത്ത ആഘാതം. അയ്യപ്പസ്വാമിയുടെ പ്രതിരൂപമെന്ന് വിശ്വസിക്കുന്ന മേൽശാന്തിക്ക് യോഗ്യതയില്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾക്ക് എന്ത് പവിത്രത? എങ്ങനെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലൊരു കാര്യം വന്നു എന്നറിയാൻ അത് വളരെ പ്രസക്തമാണ്. അഴിമതി നടത്താൻ അല്ലെങ്കിൽ ഇതിനകത്ത് സ്വജനപക്ഷപാതം നടത്താൻ താല്പര്യമുള്ള ഒരു ബോർഡിനെ സംബന്ധിച്ച് ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം മാറ്റിക്കുറിച്ച് ഷോർട്ട് ചെയ്യാം. വാസ്തവത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ന്യൂസ് 18 സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് ദീർഘനാളായി പിന്തുടർന്ന വാർത്തയിലെ വാസ്തവം തിരിച്ചറിഞ്ഞ് അധികാരികൾ ഇടപെട്ടു. അത് പരിശോധിക്കുക മാത്രമല്ല, ഇനി നടത്താൻ പോകുന്ന മേൽശാന്തി നിയമനത്തിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഈ വാർത്ത എനിക്കൊരു പ്രേരണയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. വെറും ക്രമക്കേടല്ല, ഒരു വലിയ ജനതയെ പച്ചയ്ക്ക് വഞ്ചിച്ചതാണ്. അന്വേഷണം അവസാനിച്ചില്ല. ആദ്യം അറിഞ്ഞതിലും വലുതായിരുന്നു പിന്നെ. വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് 18 പുറത്തു വരികയാണ്. ഞാൻ ഏതാണ്ട് ഒരു 2008 മുതൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിക്ക് അപേക്ഷിക്കുന്നതാണ്. മുഖ്യ പുരോഹിതന്റെ അടുക്ക ചെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അത് കുറച്ച് പൈസ എന്നോട് മേടിച്ചിരുന്നു. എത്ര രൂപ ആവശ്യപ്പെട്ടത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? മുഖ്യ പുരോഹിതനായിട്ടുള്ള ആൾ എന്നോട് ഒരു 3 ലക്ഷം രൂപ വരെ മേടിച്ചു. അവർ ചോദിക്കുന്ന 5 ലക്ഷം രൂപ വേറെ. ഇത് കൈക്കൂലിയായിട്ടാണോ ചോദിക്കുന്നത്? ഫൈനൽ ലിസ്റ്റ് വരാനാണ് ചോദിക്കുന്നത്. ന്യൂസ് 18 മെഗാ ഇമ്പാക്ട്
ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. നിയമ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്ന് പന്തളം രാജകുടുംബാംഗം രാജരാജവർമ്മ പറഞ്ഞു. DGPക്ക് അഡ്രസ് ചെയ്തിട്ട് അതിന്റെ കോപ്പിയാണ് ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. തന്ത്രി ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ന്യൂസ് 18 കേരളം, വാർത്തയിൽ എന്നും മുന്നിൽ. ലക്ഷ്യപ്രിയക്കെതിരെ വീണ്ടും പരാതിയുമായി അൻസിബ. യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്വേതാ മേനോനും ലക്ഷ്യപ്രിയയും ഗൂഢാലോചന നടത്തി എന്നും ആരോപണമുണ്ട്. ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അരവിന്ദ് കുമാർ പയ്യുടെ എക്സിബിഷൻ കൗതുകമായി. ഇന്നത്തെ തലമുറയ്ക്ക് ഹോബിയില്ലായ്മയാണ് ലഹരിക്ക് അടിമകളായി കുട്ടികൾ മാറുന്നതിന് കാരണമെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സിബിഷൻ. ഇന്ത്യയുടെ ഒരു രൂപ മനുഷ്യനും അധ്യാപകനുമായ അരവിന്ദ് സ്റ്റാമ്പ് കളക്ഷൻസ്, തീപ്പെട്ടി ലേബൽ, കറൻസി നോട്ട് കളക്ഷൻ, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും ഡേറ്റ് ഓഫ് ബർത്തുള്ള നോട്ടുകൾ കാണികൾക്ക് കൗതുകം ഉളവാക്കി. ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് നടത്തിയ പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും എക്സിബിഷന് മാറ്റുകൂട്ടി. ചേർത്തല സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും ജനപ്രതിനിധികളും പ്രദർശനം കാണാൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. വൈഭവ് സൂര്യവംശിയുടെ രാജ്യാന്തര അരങ്ങേറ്റം വൈകും. അയർലൻഡിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 15 വയസ്സുകാരൻ വൈഭവിന് ഇടമില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഓപ്പണർമാർ. ബെൽഫാസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ക്യാപ്റ്റനായി അയ്യറുടെ ആദ്യ പരമ്പരയാണ് ഇത്. ലോകമെങ്ങും ഫുട്ബോൾ ലോകകപ്പ് ആവേശം. ലോകകപ്പിലെ ഗ്ലാമർ പോരിൽ ഇന്ന് ഫ്രാൻസ് നോർവേയുമായി ഏറ്റുമുട്ടും. ഗോൾവേട്ടയിൽ മത്സരിക്കുന്ന കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള പോരാട്ടമായാണ് ആരാധകർ മത്സരത്തെ കാണുന്നത്. തോൽവി അറിയാതെ മുന്നേറുന്നവരാണ് രണ്ടു സംഘങ്ങളും. ജയിക്കുന്ന ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. 12:30 ഫോക്സൻബറോയിലാണ് മത്സരം. ഗ്രൂപ്പ് എച്ചിലെ മത്സരത്തിൽ ഉറുഗ്വായ് സ്പെയിനിനെ നേരിടും. 4 പോയിന്റുമായി സ്പെയിനാണ് ഗ്രൂപ്പിൽ ഒന്നാമത്. രണ്ടാമതുള്ള ഉറുഗ്വായ്ക്ക് 2 പോയിന്റുണ്ട്. പുലർച്ചെ 5:30 മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിലാണ് മത്സരം. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ നോക്കൌട്ട് പ്രതീക്ഷയുമായി കേപ്പ് വെർഡെ സൗദി അറേബ്യയെ നേരിടും. കേപ്പ് വെർഡേക്ക് 2 പോയിന്റുണ്ട്. 5:30 ഹൂസ്റ്റണിലാണ് മത്സരം. ഗ്രൂപ്പ് ജിയിലെ മത്സരങ്ങളിൽ ഈജിപ്ത് ഇറാനെയും ബെൽജിയം ന്യൂസിലൻഡിനെ നേരിടും. 4 പോയിന്റുമായി ഈജിപ്താണ് ഒന്നാമത്. ഇറാനും ബെൽജിയത്തിനും 2 പോയിന്റ് വീതമുണ്ട്. 8:30 മത്സരങ്ങൾ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 12,980, പവന് 1,03,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,720, പവന് 85,760. വെള്ളി ഗ്രാമിന് 240, കിലോയ്ക്ക് 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 ഇടവേള.